വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന കോഫി ടേബിൾ ബുക്കായ കോൺഫ്ലുവൻസിൻ്റെ പ്രകാശനമാണ് നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഔപചാരികമായി ഇവിടെ നിർവഹിച്ചത്. കോൺഫ്ലുവൻസ് എന്നാൽ കൂടിച്ചേർന്നുള്ള ഒഴുക്ക് എന്നാണ് അർത്ഥം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരള സമൂഹത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത. അങ്ങനെ നോക്കുമ്പോൾ ആ സംഘടനയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന പുസ്തകത്തിന് നൽകാവുന്ന ഉചിതമായ പേരാണ് കോൺഫ്ലുവൻസ് എന്നത്. ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിനെ അഭിനന്ദിക്കട്ടെ. സമസ്ത 100 വർഷം പൂർത്തിയാക്കുമ്പോൾ നാം കാണേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഒരു നൂറ്റാണ്ട് കാലം മുൻപോ അതിനടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിലോ സാമുദായിക നവീകരണം ലക്ഷ്യം വെച്ച് എത്രയോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് നിലനിന്നു, മറ്റു ചിലതാകട്ടെ തളർന്നു, മറ്റു ചിലവ ഇല്ലാതായി. എന്തുകൊണ്ടാകാം ചില സംഘടനകൾ തളർന്നതും ഇല്ലാതായതും? സംഘടനകൾക്കുള്ളിലുണ്ടായ സങ്കുചിത ചിന്തകളുടെ പിടിമുറുക്കൽ, സ്വാതന്ത്ര്യം ലഭിച്ച ഘട്ടത്തിൽ എല്ലാം തനിയെ ശരിയാകുമെന്ന ധാരണയിൽ നിന്നുണ്ടായ ഉദാസീനത, കാലത്തിന് ഇണങ്ങുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകൽ, ഇത്തരത്തിൽ പല കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു. വെളിച്ചം പകരും വരെ മാത്രമേ ഏതൊരാശയവും സ്വീകാര്യമാകുന്നുള്ളൂ. വെളിച്ചം നിലച്ചാലോ കാലത്തിൻ്റെ ഒഴുക്കിൽ അവ ഇല്ലാതായിപ്പോവും. അത്തരത്തിൽ സമൂഹത്തിന് വെളിച്ചം പകരാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ചിലതെങ്കിലും അപ്രസക്തമായത്. ഏതായാലും സമസ്ത അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ വളർച്ചയും വികാസവും നിലനിൽപ്പും. അതിനെ കൂടുതൽ പുരോഗമനോന്മുഖമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിനു പിന്നിൽ അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽക്കിങ്ങോട്ട് സംഘടനയെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും, അഹമ്മദ് മുസ്ലിയാരും, ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും, പാണക്കാട് തങ്ങൾമാരുമടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട്. അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കട്ടെ. സമസ്തയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്ന ശ്രീ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അധ്യാപകൻ, വാഗ്മി, മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും അദ്ദേഹത്തിനുള്ള പാടവം ശ്രദ്ധേയമാണ്. സാമൂഹ്യ ഐക്യം കാത്തുസൂക്ഷിക്കാനുതകും വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ധാരാളമായി ഉണ്ടായിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി മുൻകൈയിൽ ഇത്തരമൊരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് സമസ്തയുടെ ചരിത്രത്തെയും ആശയങ്ങളെയും സമഗ്രമായി രേഖപ്പെടുത്തുന്ന ഒന്നായി മാറും എന്നതിൽ സംശയമേയില്ല. സമസ്തയുടെ ചരിത്രത്തെ
സമഗ്രമായി അടയാളപ്പെടുത്തുന്നതോടൊപ്പം 14 ഭാഗങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ സമസ്തക്കുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക കൂടിയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളത്. അറേബ്യയും മലബാറും തമ്മിലുള്ള ബന്ധം, സമസ്തയുടെ രൂപീകരണം, സമസ്ത സമ്മേളനങ്ങൾ, സമസ്തയുടെ ഇടപെടലുകൾ, സംവാദങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ പുസ്തകത്തിൽ വിഷയമാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുള്ളവയുമുണ്ട്, വിയോജിപ്പുള്ളവയുമുണ്ട്. എന്നാൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടം നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ആ കാഴ്ചപ്പാട് ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കും ചില സമുദായ സംഘടനകൾക്കും കൈമോശം വരുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം. വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നവർക്ക് സംവദിക്കാനുള്ള തലം ഒരുക്കുകയാണ് വേണ്ടത്. ഏറ്റവും മാന്യമായി പ്രതിപക്ഷ ബഹുമാനത്തോടെ വേണം ഒരാളെ സ്വന്തം ആശയധാരയിലേക്ക് അടുപ്പിക്കാനെന്ന കാര്യം അറിവുള്ളതാണല്ലോ. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരമൊരാശയത്തിന് മുസ്ലിം സമുദായത്തിനുള്ളിൽ വേരോട്ടം ലഭിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കരാളതയിൽ നാടാകെ ദുരിതങ്ങളിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടപ്പെട്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അതിനു പുറമെയാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വിവേചനങ്ങളും അടിച്ചമർത്തലുകളും. മലബാർ കാർഷിക കലാപത്തെപ്പോലും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നു വന്നിരുന്ന ഇടപെടലുകൾ വേറെ. ഇത്തരത്തിൽ തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ചുഴിയിൽ ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത പിറവികൊള്ളുന്നത്. എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത്. പിന്നെയും ഏതാണ്ടൊരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു സമസ്തക്ക് വ്യക്തമായ ഒരു പ്രവർത്തന രൂപരേഖയുണ്ടാകാൻ. മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം ആ പ്രവർത്തന രൂപരേഖയിലൂടെ ആഹ്വാനം ചെയ്യപ്പെട്ടു. അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ സമസ്തയുടെ നേതൃത്വം എക്കാലത്തും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അവയിൽ ഓരോന്നിലും കൈക്കൊണ്ട നടപടികൾ എന്തൊക്കെ, കൈവരിച്ച മുന്നേറ്റങ്ങൾ എന്തൊക്കെ, ഇനി തിരുത്തപ്പെടേണ്ടത് എന്തൊക്കെ, ഈ നിലക്കുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ശതാബ്ദി വേള ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആരംഭകാലം മുതൽ സമസ്ത പ്രാധാന്യം നൽകിയിരുന്നു. മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട, ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസവും വേണ്ട എന്ന ആശയത്തോട് പലരും അടുത്തപ്പോൾ അവരെ ലോക വൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ മുൻകൈയെടുത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സമസ്ത. അതുവഴി സമുദായത്തിനുള്ളിലുള്ള സാംസ്കാരിക വൈജ്ഞാനിക അംശങ്ങളെ ഊതിക്കത്തിക്കാനും അതുവഴി പൊതുസമൂഹത്തിൻ്റെ ആകെ ഉത്കർഷത്തിന് ഉപയോഗിക്കാനും സമസ്തക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുതകും വിധമുള്ള പ്രവർത്തനങ്ങൾ സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഏറ്റെടുക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇസ്ലാം മതത്തിനുള്ളിലെ പുരോഗമനോന്മുഖമായ ആശയങ്ങളെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതും നല്ല രീതിയിൽ തുറന്നും നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 1959 തന്നെ സമസ്തയുടെ നേതൃത്വത്തിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചിരുന്നു. അന്ന് 33 മദ്രസകളാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് 10,000-ലധികമായി മാറിയിട്ടുണ്ട്. വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. ഹയർ സെക്കൻഡറി തലം വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസമടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലും സമസ്ത വഹിക്കുന്ന പങ്ക് ശ്രദ്ധേയമാണ്.
അതോടൊപ്പം മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന ക്ലാസ്സുകളും നൈപുണ്യ വികസന ക്ലാസ്സുകളും എല്ലാം സമസ്തയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം ഉന്നമനമല്ല സാധ്യമാക്കുന്നത്, നാടിൻ്റെ ആകെ ഉന്നമനമാണ്. നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അഭിമാനിക്കാൻ വക നൽകുന്ന സാംസ്കാരിക വൈജ്ഞാനിക പാരമ്പര്യമാണ് ഇസ്ലാമിൻ്റേത്. പേർഷ്യയിൽ തുടങ്ങി മലബാർ വരെ, ഒമർ ഖയ്യാമിലും ജലാലുദ്ദീൻ റൂമിയിലും തുടങ്ങി മോയിൻകുട്ടി വൈദ്യരിൽ വരെ, റുബായത്ത് മുതൽ മുഹിയുദ്ദീൻ മാല വരെ പറന്നു കിടക്കുന്നു ആ പാരമ്പര്യം. എഴുത്തച്ഛൻ രാമായണം എഴുതുന്ന കാലത്തോ അതിനടുത്തോ എഴുതപ്പെട്ടതാണ് മുഹിയുദ്ദീൻ മാല. ഇപ്പോഴും അത് നിത്യം വായിക്കുന്നവരുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫിവര്യനെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു കൃതി ഇന്നും ഇവിടെ വായിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പാരമ്പര്യം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ വേരോടിയിരിക്കുന്നുവെന്ന്. സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ചരിത്രഗ്രന്ഥവും കർമ്മശാസ്ത്ര ഗ്രന്ഥവുമെല്ലാം നമ്മുടെ സംസ്കാരത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആ പാരമ്പര്യം, അതിൻ്റെ പൂർവ്വകാല ഗരിമ ഇന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു കാലത്ത് വാനനിരീക്ഷണത്തെക്കുറിച്ചും ഗണിതശാസ്ത്രത്തെക്കുറിച്ചും കൂറ്റൻ നിർമ്മിതികളെക്കുറിച്ചുമെല്ലാം ഇസ്ലാമിന് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നും രചനകളുണ്ടായി. സയൻസിലും വൈദ്യശാസ്ത്രത്തിലുമെല്ലാം പുത്തൻ ചുവടുവെപ്പുകളുണ്ടായി. പക്ഷേ പിന്നീട് ഈ വിശാലതയ്ക്ക് അല്പം പരിമിതി വന്നു, യാഥാസ്ഥികത്വത്തിന് മേൽക്കൈ വന്നു. തുടർന്ന് ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് രൂപം കൊണ്ട പല പുത്തൻ അറിവുകളും തമസ്കരിക്കപ്പെടുന്ന നിലയുണ്ടായി. അതോടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ഒരു ഇടിവ് സംഭവിച്ചു. ഈ പരിണാമത്തിൻ്റെ ചരിത്രം സസൂക്ഷ്മം അപഗ്രഥിക്കേണ്ടതുണ്ട്. മാറേണ്ടിടത്ത് മാറി ചിന്തിക്കാൻ തയ്യാറാകണം. ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക ഗരിമ പൊതുസമൂഹത്തിന് പകർന്നു നൽകാനാവണം. അതോടൊപ്പം അതിലുയർന്നു വരുന്ന പ്രതിലോമ ആശയങ്ങളെ ചെറുക്കാനും കഴിയണം. ആ കാഴ്ചപ്പാടോടെയുള്ള ഇടപെടലുകൾ ഒരു സംഘടന എന്ന നിലക്ക് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ഇപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ട് 100 വർഷത്തോളം പിന്നിട്ടു. സമസ്തയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. ആധുനിക ചികിത്സാ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് മതാചാരപ്രകാരം പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. യഥാർത്ഥത്തിൽ അതുവഴി ജീവൻ പൊലിഞ്ഞുപോയ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നാം കണ്ടതാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ ശാസ്ത്രീയ ചിന്താഗതിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ സമസ്ത പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിനുതകുന്ന ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുസ്തകം മറച്ചു നോക്കുമ്പോൾ കാണാനായ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സമസ്തക്കുള്ളിലെ വിയോജിപ്പുകളെക്കുറിച്ച് ഇതിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നുവെന്നാണ്. സാധാരണയായി ഒരു പ്രസ്ഥാനം അവരുടെ ചരിത്രം പറയുന്ന പുസ്തകം പുറത്തിറക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക. ഈ പുസ്തകത്തിൽ അങ്ങനെയല്ല. മറിച്ച് സമസ്തക്കുള്ളിൽ തന്നെ രൂപം കൊണ്ടുവന്ന വിവിധ ആശയങ്ങളെ സമസ്തയുടെ കൈവഴികളായി ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണം എന്നതാണല്ലോ സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരാശയം. നമ്മുടെ രാജ്യത്ത് ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്.
ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പോട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും, എന്തിനധികം പറയുന്നു, മാതൃഭാഷ സംസാരിക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ശരിയായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. മതനിരപേക്ഷ വേഷം ധരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഭീഷണി നേരിടുന്നതിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ച് ന്യൂനപക്ഷ വർഗീയതയെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരോടും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാകില്ല. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചമാണ്. അപ്പോൾ മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ പലതരത്തിലും തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് നാം കാണുന്നുണ്ട്. അതെല്ലാം തീർത്തും വർഗീയ വീക്ഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായ അതിക്രമം മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക്, ജനാധിപത്യ ചിന്തക്ക്, വൈവിധ്യങ്ങൾക്ക് എതിരായ ആക്രമണം കൂടിയാണ്. അതുകൊണ്ട് അവയ്ക്കെല്ലാം എതിരെ നീങ്ങുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ്. അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയതയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചുരുക്കിയെടുക്കാൻ ചിലർ ശ്രമിച്ചു എന്ന് വരും. അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്വം സമസ്ത പോലുള്ള സംഘടനകൾക്കുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക എന്നതിനേക്കാൾ വലിയ മനുഷ്യത്വം ഇല്ല എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ ആദരണീയനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചില പരാമർശങ്ങൾ പ്രസംഗത്തിൻ്റെ മധ്യേ നടത്തുകയുണ്ടായി. അത് സമസ്തയുടെ ശേഷിയെക്കുറിച്ച്, സമസ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. അത് അദ്ദേഹം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സമസ്ത എന്താണെന്നറിയാം. പിന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. ആ നിലക്ക് നമുക്കങ്ങ് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ കോൺഫ്ലുവൻസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.